കയ്പമംഗലം മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ഗ്രന്ഥശാലകൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ വകയിരുത്തിയാണ് ആവശ്യമായ പുസ്തകങ്ങൾ നൽകുന്നത്. വായനശാലകളെ കൂടുതൽ സജീവമാക്കുക, പുത്തൻ അറിവുകൾ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഉപവിഭാഗമായ കലാമുറ്റത്തിന്റെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ വിതരണം നടത്തുന്നത്. വായനശാലകളിലേക്ക് പുസ്തകങ്ങൾ കൈമാറുന്ന ചടങ്ങിന്റെ മണ്ഡലതല ഉദ്ഘാടനം കൂളിമുട്ടം നാണൻ മെമ്മോറിയൽ വായനശാല പരിസരത്ത് ഇ.ടി. ടൈസൺ എം.എൽ.എ ഉദ്ഘാടനം നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷനായി. സാഹിത്യകാരൻ അശോകൻ ചരുവിൽ പുസ്തക വിതരണം നടത്തി. എഴുത്തുകാരി ദീപ നിശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി. അക്ഷര കൈരളി കോർഡിനേറ്റർ ടി.എസ്. സജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീനിവാസൻ ഐനിപ്പള്ളി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.എം. ആൽഫ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നാളൻ മെമ്മോറിയൽ ഗ്രന്ഥശാല മാറുന്നുണ്ട് അല്ലെ? അത് കേരളം എങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ അതിൻ്റെ ആ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന ആളുകളായി ഒരു പ്രദേശത്ത്, ഒരു ചെറിയ ദൂരത്ത് ഞങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ 10 കൊല്ലക്കാലത്ത് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം മൊത്തം ആളുകളെല്ലാം ഇതുപോലെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ചങ്ങല ഏതാണെന്ന് നമ്മളൊന്ന് നന്നായി ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചൊരു കാര്യം, എല്ലാ ക്ലാസ് മുറികളിൽ ലൈബ്രറി ഉണ്ടാക്കാൻ കഴിയുമെന്ന്. ക്ലാസ് മുറിയിലാണ് ലൈബ്രറി, പണ്ട് സ്കൂളിലാണ് ലൈബ്രറി.